ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഹല്ലേലൂയ ആമേൻ ഒരു വചനമുണ്ട്. ഹല്ലേലൂയ. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ആമേൻ അവൻ ജീവനുള്ള ദേവികയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യഹോവയായ ദൈവം ഭൂമിയിലെ നിലത്തിലെ പൊടി കൊണ്ട് ആമേൻ മനുഷ്യനെ ഉണ്ടാക്കി. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം ഹല്ലേലൂയ ദൈവം പാഴും ശൂന്യമായി കിടന്ന ഭൂമിയിൽ ആമേൻ ആമേൻ തൻ്റെ വാക്കിനാൽ എല്ലാ സൃഷ്ടിപ്പും തൻ്റെ വാക്കിനാൽ അവൻ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. പാഴും ശൂന്യമായി കിടന്ന ഒന്നുമില്ലാതിരുന്ന ഈ ഭൂമിയും അതിമനോഹരമായി പണിതു. ഹല്ലേലൂയ. അതിമനോഹരമായി ദൈവം ആമേൻ തൻ്റെ വാക്കിനാൽ ആമേൻ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. എന്തുകൊണ്ട് മനുഷ്യനെ ദൈവം വാക്കിനാൽ ഉണ്ടാക്കിയില്ല? ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിനത് കഴിയുമായിരുന്നു. പക്ഷേ തൻ്റെ സ്വന്തം രൂപത്തിനാൽ തൻ്റെ സ്വയരൂപത്തെ നൽകി മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഒരു കാര്യം ഹല്ലേലൂയ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ കൈ പതിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗവുമില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരസ്പർശമേൽക്കാത്ത നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു അവയവങ്ങളുമില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പൂച്ചയ്ക്കും പട്ടിക്കും ആമേൻ ഹല്ലേലൂയ കരയിലെ ഏറ്റവും വലിയ മൃഗമായ ആമേൻ ഹല്ലേലൂയ ആന ഹല്ലേലൂയ ആമേൻ തുടങ്ങി ഈ ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകത എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുന്നു ഈ ഭൂമിയിൽ. ആമേൻ. നമുക്ക് അവകാശപ്പെടുവാൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഒന്നുണ്ട്. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ. ആമേൻ ആമേൻ. സ്തോത്രം. നമുക്ക് പറയുവാൻ കഴിയും, എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മ കാരണമാണ്, എൻ്റെ പിതാവ് കാരണമാണ് ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ ആമേൻ അറിവില്ലായ്മയിൽ നമുക്ക് പറയുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ആമേൻ ആമേൻ സ്തോത്രം ആത്യന്തികമായി ദൈവം സ്തോത്രം നമ്മെ ആമേൻ ഗർഭത്തിൽ ഉരുവാക്കി. ഹല്ലേലൂയ. തൻ്റെ ജീവനെ നൽകി. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ജീവശ്വാസം മൂതി നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ രാത്രികാലം ഹല്ലേലൂയ ആമേൻ സ്തോത്രം അത്ഭുതകരമായി എന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ആമേൻ നമ്മുടെ ചിന്തകൾ, നമ്മുടെ സ്തോത്രം വിചാരങ്ങൾ ഹല്ലേലൂയ എത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ രാത്രികാലം ഇന്നൊരു ദിവസത്തെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി? ആമേൻ ആമേൻ. ഇന്ന് ദൈവം ചെയ്ത അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് എത്ര പേർ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായിത്തീർന്നു? ഹല്ലേലൂയ. ആമേൻ. അതേ പ്രിയമുള്ളവരെ, ദൈവം ആമേൻ സ്തോത്രം ആമേൻ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കുന്നു. ഹല്ലേലൂയ. നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ആമേൻ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചെവി കേൾക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവിക സ്നേഹത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ ഇന്ന് രാത്രികാലം? ഹല്ലേലൂയ. ആമേൻ. ഞാൻ ദൈവത്തിൻ്റെ ആമേൻ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനായി ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവനാമ മഹത്വത്തിനായി എൻ്റെ സമയം ചെലവഴിക്കാറുണ്ടോ? ആമേൻ. ദൈവനാമത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് വിചിന്തനം ചെയ്താൽ ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയങ്ങളൊന്ന് ശോധന ചെയ്താൽ ഹല്ലേലൂയ, നമുക്കറിയുവാൻ കഴിയും ദൈവത്തിൻ്റെ കൽപ്പനകളെ വിട്ട്, ദൈവത്തിൻ്റെ വിചാരങ്ങളെ വിട്ട്, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെ
തള്ളിക്കളഞ്ഞുകൊണ്ട് ലോകത്തിലുള്ള ഏതെങ്കിലും ഹാലലുയ ഏതെങ്കിലും സ്തോത്രം ഹാലലിയ വസ്തുവകകളുടെ പിൻപിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്തോത്രം ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പിന്നാലെ നമ്മുടെ ഹൃദയവും നമ്മുടെ ദൃഷ്ടിയും പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയങ്ങളെ ഹാലലിയ ഏകാഗ്ര ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിലേക്കൊന്ന് മടങ്ങി വന്നാൽ സ്തോത്രം നിശ്ചയമായും ദൈവം നമ്മെ അത്ഭുതകരമായി വരുന്ന നാളുകൾ നടത്തുവാനിടയായിത്തീരും. ഹാലലുയ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നാം സ്തോത്രം ഹാലലി നമ്മുടെ ആത്മീക ജീവിതത്തെ കൊണ്ടുപോകുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഹാലലിയ ഇന്ന് രാത്രികാലം ഹാലലിയ പ്രത്യാശയോടുകൂടെ ആ മുടിയനായ പുത്രൻ മടങ്ങി വന്നതുപോലെ സ്തോത്രം ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും എന്ന് ഹാലലുയ ആ മകൻ ഹാലലുയ ഹാലലുയ പന്നിക്ക് കൊടുക്കുന്ന ഹാലലിയ സ്തോത്രം പന്നിക്ക് കൊടുക്കുന്ന ആഹാരത്തെ കഴിച്ചപ്പോൾ അവന് സുബോധം വന്നു. ഹാലലുയ സകലതും നശിപ്പിച്ച് സകലതും ഹാലലിയ സ്തോത്രം തനിക്ക് കിട്ടിയ സ്തോത്രം എല്ലാ നന്മകളും സ്തോത്രം ലോകത്തിന് വേണ്ടി നശിപ്പിച്ചിട്ട് സ്തോത്രം അവൻ്റെ ഹാലലുയ അവൻ്റെ ആഹാരം പന്നിക്ക് കൊടുക്കുന്ന ആഹാരം സ്തോത്രം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് സുബോധം വന്നു. ഹാലലിയ ഇന്ന് രാത്രികാലം ഹാലലിയ നഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റുവാൻ യേശുവിന് കഴിയും. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ സ്തോത്രം സ്തോത്രം ഹാലലിയ തകർച്ചകളെ മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഹാലലുയ ഇന്ന് രാത്രികാലം ഹാലലിയ എത്ര തന്നെ കടഭാരമുണ്ടായിരുന്നാലും ഏത് രോഗത്തിന് നീ അടിമപ്പെട്ടിരുന്നാലും ഹാലലിയ സ്തോത്രം ഏത് ഹാലലിയ തകർച്ചയുടെ നടുവിൽ നിന്നും നമ്മെ ഉയർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ നാം ആരാധിക്കുന്ന യേശു ക്രിസ്തു മാത്രം. ഹാലലുയ തകർന്നതിനെ പണിയുന്ന ദൈവം. ഹാലലുയ വെളിമ്പറമ്പിൽ കിടന്ന കൽപാത്രങ്ങളിൽ മേൽ സ്തോത്രം ഹാലലുയ പച്ചവെള്ളത്തെ കോരി നിറച്ചപ്പോൾ അതിന് മധുരമുള്ള പുതുവീഞ്ഞാക്കി ദൈവം മാറ്റിയെങ്കിൽ ഹാലലുയ വെളിമ്പറമ്പിൽ കിടക്കുന്ന നമ്മയും സ്തോത്രം ഹാലലുയ അനേകർക്ക് പ്രയോജനമുള്ള പുതുവീഞ്ഞിനെ പോലെ അനേകർക്ക് മധുരം പകർന്നു നൽകുന്ന സ്തോത്രം ഹാലലി വ്യക്തി ജീവിതങ്ങളാക്കി മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. ഹാലലിയ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ഹാലലിയ സ്തോത്രം പ്രത്യാശിക്കുന്ന ഹൃദയങ്ങളെ തൊടുന്ന ദൈവം. ഹാലലുയ ഇന്ന് രാത്രികാലം ഹാലലിയ സ്തോത്രം മാനസാന്തരപ്പെടുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ഹാലലിയ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഹാലലിയ ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹാലലിയ മദ്യപാനത്തിൽ നിന്ന് പലവിധ പാപപ്രവർത്തികളിൽ നിന്ന് വിടുതൽ നൽകുവാൻ കഴിയുന്ന ഏക രക്ഷിതാവ് ഹാലലിയ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ട ഏക സത്യ ദൈവം ഹാലലിയ യേശു ക്രിസ്തു മാത്രം. ഹാലലിയ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഹാലലുയ ഹാലലുയ ഇന്ന് രാത്രികാലം സ്തോത്രം ഹാലലുയ ഒരു സമർപ്പണ ഹൃദയത്തോടുകൂടെ ഒരു സ്തോത്രം ഹാലലിയ സ്തോത്രം ഒരു മാറ്റത്തിനായി സ്തോത്രം ഹാലലുയ സ്തോത്രം ഇന്ന് രാത്രികാലം ഹാലലുയ നിൻ്റെ ഹൃദയത്തെ കൊടുക്കുവാൻ കഴിയുമോ? ഇന്ന് രാത്രികാലം നിൻ്റെ ചരിത്രത്തെ മാറ്റുവാൻ യേശുവിന് കഴിയും. ഹാലലുയ 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 സ്തോത്രം ദൈവം സ്തോത്രം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ നിനക്ക് നൽകുവാൻ ഇടയായിത്തീരും. ഹാലലുയ ദൈവം വാഗ്ദത്തം ചെയ്ത സ്തോത്രം ഹാലലുയ സ്വർഗീയ കനാനിൽ നിന്നെ എത്തിക്കുന്നത് വരെയും ദൈവം തൻ്റെ മാർവോട് ചേർക്കുന്ന ദൈവം. ഹാലലുയ സ്തോത്രം ഹാലലു ഒരുപക്ഷെ നീ ദൈവത്തെ വിട്ട് അകന്നു പോയിരിക്കാം, ദൈവത്തെ വിട്ട് സ്തോത്രം പിന്മാറിപ്പോയിരിക്കാം. പക്ഷേ സ്തോത്രം അനിത്യ സ്നേഹത്താൽ ദൈവം നിന്നെ സ്നേഹിക്കുന്ന ദൈവം. ഹാലലുയ സ്തോത്രം ഹാലലുയ മരണ പര്യന്തം ദൈവം നമ്മെ നടത്തുവാൻ വിശ്വസ്തൻ. ഹാലലുയ വിശ്വസ്തയോടുകൂടെ ഇന്ന് രാത്രികാലം സ്തോത്രം ഹൃദയങ്ങളെ സ്തോത്രം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയുമോ? ഞാൻ ഹാലലുയ പാപിയായൊരു മനുഷ്യൻ. ഹാലലുയ സ്തോത്രം ഹാലലുയ പത്രോസ് ഇരുന്ന പടകിൽ യേശു കർത്താവ് വന്നപ്പോൾ സ്തോത്രം അവൻ്റെ ശൂന്യതകളെ നികത്തി ദൈവം. ഹാലലുയ അവൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ കഠിനാധ്വാനത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പ്രയാസങ്ങളെ ഹാലലുയ അവൻ കഴിഞ്ഞ ദിവസം രാത്രി മുഴുവനും കടലിൽ അധ്വാനിച്ചിട്ടും ഹാലലുയ ഒരു മീൻ പോലും അവന് ലഭിച്ചില്ല. ഹാലലുയ സ്തോത്രം അവൻ്റെ പടകിൽ കയറി നിന്നുകൊണ്ട് യേശു കർത്താവ് വചനം സംസാരിക്കുമ്പോൾ സ്തോത്രം പത്രോസിൻ്റെ ഹൃദയം ഹാലലുയ പത്രോസിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുള്ള ശൂന്യതകളെ കർത്താവ് അറിഞ്ഞു. ഹാലലുയ എപ്പോൾ സ്തോത്രം തൻ്റെ പ്രസംഗം നിർത്തി. ഹാലലുയ പ്രസംഗം കേട്ടവർ മടങ്ങിപ്പോയി. ഹാലലുയ സന്തോഷത്തോടു കൂടെ മടങ്ങിപ്പോയി. എന്നാൽ ഒരുവനിതാ സ്തോത്രം പടകിനരികിൽ നിൽക്കുന്നു, ശൂന്യതയുടെ ഹൃദയം
നിശ്ചയത്തോടുകൂടെ ഹാലലിയ കഴിഞ്ഞ ദിവസങ്ങളിൽ അധ്വാനിച്ചിട്ടൊന്നും ലഭിക്കാതെ ശൂന്യതയായി ഹാലലിയ നിരാശയോടുകൂടെ ഇരുന്ന പത്രോസിൻ്റെ അടുക്കൽ വന്ന് യേശു കർത്താവ് പറഞ്ഞു സ്തോത്രം ആഴത്തിലേക്ക് സ്തോത്രം ഹാലലി വല വീശുക ഹാലലിയ ആഴത്തിലേക്ക് നീട്ടി വലകൾ വീശുക ഹാലലിയ ആമേൻ ഹാലലൂയ. പത്രോസ് മനസ്സോടുകൂടെ യേശു കർത്താവിൻ്റെ വാക്കിനെ മാത്രം വിശ്വസിച്ച് ഹാലലൂയ വീണ്ടും വല വീശുവാൻ തുടങ്ങി ഹാലലൂയ. പെരുത്ത മീൻകൂട്ടം അവന് ലഭിക്കുവാനിടയിൽ തീർന്നു ഹാലലൂയ. സ്തോത്രം വല കീറുമാറ് അടുത്തുള്ളവർ കൂടെ വന്ന് അനേകർ കൂടെ വന്ന് ആ സ്തോത്രം വലയെ വലിച്ച് കയറ്റുവാൻ തക്ക നിലവാരത്തിൽ സ്തോത്രം ഹാലലിയ അവൻ്റെ പടകിനെ നിറച്ചൊരു ദൈവമുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ് ഹാലലൂയ. നിരാത്രികൾ നിൻ്റെയും ശൂന്യത മാറ്റുവാൻ യേശുവിന് കഴിയും ഹാലലൂയ. ഹാലലൂയ. കണ്ണുനീരോടുകൂടെ വിതച്ചിട്ടുണ്ടെങ്കിൽ ഒരാർപ്പിൻ്റെ കൊയ്ത്ത് നിനക്കുണ്ട് ഹാലലൂയ. നിരാത്രികാലം ഹാലലൂയ സ്തോത്രം നിൻ്റെ കണ്ണുനീര് തുരുത്തിയിൽ വെച്ച് മറുപടി കൊടുക്കുന്നൊരു ദൈവമുണ്ട് ഹാലലൂയ. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും ദൈവം നിശ്ചയമായി വിടുവിക്കുക തന്നെ ചെയ്യും. നിൻ്റെ തലയെ ഉയർത്തുക തന്നെ ചെയ്യും ഹാലലിയ. നിരാശപ്പെട്ടു പോയെങ്കിൽ പരാജയപ്പെട്ടു പോയെങ്കിൽ ഹാലലിയ നിൻ്റെ പരാജയങ്ങളെല്ലാം സ്തോത്രം വിജയങ്ങളാക്കി മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ ഹാലലൂയ. ഈ വചനം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാലലൂയ. ഗോഡ് ബ്ലസ് യു. ആമേൻ.